ഞാൻ എന്താ അമ്മ ചെയ്യേണ്ടത്? എങ്ങോട്ടാ പോണ്ടത്? ഈ നാട്ടിൽ എനിക്ക് ആരെ അറിയുന്ന? ഒരു തെറ്റും ചെയ്യാത്ത എനിക്ക് ഇത്ര വലിയൊരു ശിക്ഷ ആ ഈശ്വരൻ എന്തിനാ തരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്തില്ലല്ലോ അമ്മ. പിന്നെ എന്തുകൊണ്ടാ അമ്മ എന്റെ ചുറ്റിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? അമ്മയ്ക്കറിയാം മോളെ, എനിക്കറിയാതെ. ഇങ്ങോട്ട് നോക്ക്, ആ ജോലി പോട്ടെ, ഇതൊന്നും അത്ര വലിയ കാര്യല്ല. ഇത് പോയാ വേറൊരു ജോലി കിട്ടും. എന്നാ നിന്നെ ആ കടയിൽ നിന്ന് ഇത്രയും ദ്രോഹിച്ച് ഇറക്കി വിട്ട ആ ലാവണ്യക്ക് തീർച്ചയായിട്ടും ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കും. നിന്നെ ഇത്രയധികം വേദനിപ്പിച്ച അവളെ ഞാൻ വെറുതെ വിട്ട ഞാൻ പിന്നൊരു അമ്മയല്ലടി. പ്ലീസ് അമ്മ, ദയവ് ചെയ്ത് അമ്മ ആരുടെ അടുത്തും ഒരു പ്രശ്നത്തിനും പോണ്ട. ഇല്ല വിജി, എന്റെ മനസ്സടങ്ങില്ല. വെറുതെ വിടാൻ പറ്റുമോ? ആലോചിക്കുന്ന ഒരു ദേഷ്യം വരുവാ. പറയുന്നത് കേൾക്കമ്മേ. വീണ്ടും വീണ്ടും ഒരു പ്രശ്നവും വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കടയിലെ തീ പിടിച്ച സംഭവത്തിന് ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് എങ്ങനെയാ തെളിയിക്കേണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ തലയ്ക്ക് മുകളിൽ ദൈവം ഉണ്ടല്ലോ, ആ ദൈവം എല്ലാം കണ്ടോണ്ടിരിക്കുകയല്ലേ. തീർച്ചയായിട്ടും ഇതാരാ ചെയ്തെന്നുള്ള സത്യം ഓണർ ഒരു ദിവസം മനസ്സിലാക്കും. അമ്മ ദയവ് ചെയ്ത് ലാവണ്യോട് സംസാരിച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട പ്ലീസ് അമ്മ. അവള് പകരത്തിന് പകരമായിട്ട് ഇവിടെ വന്ന് ബഹളം വെക്കും. അയൽവക്കക്കാരുടെ മുന്നിൽ എന്റെ മാനം മര്യാദ എല്ലാം പോവും അമ്മ. അല്ലെങ്കിൽ തന്നെ എനിക്കുള്ള ചീത്തപ്പേര് എങ്ങനെയാ മാറ്റുന്നതെന്നാ ഞാൻ കഷ്ടപ്പെട്ടോണ്ടിരിക്കുന്നു. അമ്മ വീണ്ടും എനിക്ക് വേണ്ടി സംസാരിക്കുക, എനിക്ക് വേണ്ടി വഴക്ക് കൂടാന്ന് പറഞ്ഞു ദയവ് ചെയ്ത് എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ അമ്മ. നോക്ക് വിജി, ജോലി പോയി ഇനി നിനക്ക് വേറെ ജോലി കിട്ടില്ലെന്ന് വിചാരിച്ച് വിഷമിക്കല്ലേ. നോക്ക്, അമ്മയുണ്ട്, ഞാനുണ്ട്, എനിക്ക് പെൻഷൻ കാശ് വരുന്നുണ്ട്. നിനക്ക് എന്താ വേണ്ടത്? നീ നിന്റെ ആവശ്യം പറ, എല്ലാം ഞാൻ നോക്കിക്കോളാം. നിലമോളുടെ പഠിപ്പിന്റെ കാര്യവും അവളുടെ ഭാവിയുടെ കാര്യമൊക്കെ ഈ അമ്മ നോക്കിക്കോളാം മോളെ. നീ അതൊക്കെ ആലോചിച്ച് പേടിച്ച് മനസ്സ് തളർത്താതെ നീ മറ്റൊരു ജോലിക്ക് ശ്രമിക്കും. അതുവരെ അമ്മ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം. അമ്മേ, ഞാൻ ആരുടെ സഹായവും പ്രതീക്ഷിച്ച് ജീവിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന എന്നെ പ്രസവിച്ച അമ്മയുടെ അടുത്ത് പോലും അങ്ങനെ തന്നെ വേണമെന്ന്. പ്ലീസ് അമ്മേ, ഇത് നമുക്ക് പിന്നെ സംസാരിക്കാം. എന്നെ കുറച്ചു നേരം തന്നെ ഇരിക്കാൻ വിടാം. ഇങ്ങനെ എന്നോട് സംസാരിച്ചോണ്ടേ ഇരിക്കില്ല അമ്മ. നീ നോക്ക്, ഞാൻ പൊക്കോളാം. പക്ഷെ നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കരുത്. നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന അമ്മയ്ക്ക് സഹിക്കില്ല. കുറച്ചേരം റെസ്റ്റ് എടുക്ക്. അപ്പോഴത്തേക്ക് അമ്മ നിനക്ക് ദോശ ഉണ്ടാക്കി കൊണ്ടുതരാം. അമ്മേ, എനിക്കതൊന്നും വേണ്ട അമ്മ. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എനിക്ക് ജോലി പോയെന്നുള്ള കാര്യം നിലമോൾ ഒരിക്കലും അറിയരുത്. അവൾ ഒരുപാട് വിഷമിക്കും. ഞാൻ സങ്കടപ്പെടുന്നത് അവൾക്ക് ഓർക്കാൻ പോലും പറ്റില്ല. പ്രീതി, എന്താ ആന്റി? നിന്നോടൊന്ന് സംസാരിക്കണം. എന്താ ആന്റി? വാ, ഞാൻ പറയാം. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? ഞാനൊരു കാര്യം പറഞ്ഞ അത് നീ എതിര് പറയാതെ അനുസരിക്കണം. ആന്റി പറഞ്ഞ ഞാൻ പറ്റില്ല എന്ന് പറയോ? എനിക്ക് വളച്ചു കെട്ടി സംസാരിക്കാനൊന്നും അറിയില്ല. ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. എന്റെ മോൻ വിക്രമിനെ കല്യാണം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ?
ഇത് കുറച്ചു നാളായിട്ട് എന്നെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യ. എങ്ങനെയാ നിന്നോടത് ചോദിക്കാന്ന് വിഷമിച്ചിരിക്കായിരുന്നു ഞാൻ. വിക്രമിന്റെ പിറന്നാൾ ദിവസം ഈ കാര്യം നിങ്ങളോട് രണ്ടുപേരോടും പറയാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തിനാ അത്രയും ദിവസം വെയിറ്റ് ചെയ്യുന്നത്? നിന്നോട് ഓപ്പണായിട്ട് സംസാരിക്കാന്ന് കരുതിയ നിന്നെ തനിച്ച് വിളിച്ചോണ്ട് വന്ന് ഈ കാര്യം പറയുന്നത്. എന്റെ മകൻ വിക്രമിന് നല്ലൊരു ഭാര്യയായും എന്റെ പേരക്കുട്ടി കവിന് നല്ലൊരു അമ്മയായും നിനക്ക് ജീവിക്കാൻ കഴിയുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ടാ ഞാൻ നിന്നോട് ഇതേപ്പറ്റി സംസാരിക്കുന്നത്. ആന്റി, ഇങ്ങനെ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചാ എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. വിക്രം ഒരു നല്ല മനുഷ്യനാ. എനിക്കവന് ഇഷ്ടവുമാണ്. അതുപോലെ കവിനും ഞാനും നല്ല അറ്റാച്ച്ഡും ആണ്. പക്ഷേ ആന്റി പെട്ടെന്ന് കല്യാണത്തെ പറ്റിയൊക്കെ ചോദിക്കുമ്പോ എനിക്ക് വല്ലാതെ ആശ്ചര്യവും അത്ഭുതവും ഒക്കെ തോന്നുന്നേ. ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഒരു ലക്ഷ്യമുണ്ടാവും. അതുപോലെ തന്നെ ഇതും.